കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് നട തുറന്നു. പൊന്നുകുണ്ണിക്കണ്ണൻ അതാ ശ്രീരകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് കേട്ടോ. ആ തിരുമുഖം ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്, ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്, മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി, കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ചിട്ടുണ്ട്. നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭക്തജനങ്ങളെല്ലാവരും നാരായണനാമ മന്ത്രം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ആ സോപാനപ്പടിയുടെ മുന്നിലേക്ക് ചെന്ന് നിന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു. ആ കണ്ണൻ അവരെല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ രൂപം പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുള്ളും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണിയെ എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം മനസ്സിൽ കണ്ട് ആ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനൊന്നെടുത്ത് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടാവും. ആത്മാർത്ഥമായ വചനം, ആത്മാർത്ഥമായ കണ്ണനെ സേവിക്കുക, ആത്മാർത്ഥമായി നാമം ചൊല്ലുക. ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും. ആ കണ്ണൻ്റെ ഒരു സാമീപ്യം നമുക്കറിയാവുന്നതാണ്. ഏതൊരു ആപൽഘട്ടത്തിലും ആ കണ്ണൻ്റെ സഹായം നമുക്കുണ്ടാകും. എല്ലാ ആപത്തുകളിൽ നിന്നും ആ കണ്ണൻ നമ്മളെ കാത്തുരക്ഷിക്കും. കണ്ണൻ്റെ നാമങ്ങൾ ഉറക്കെ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം അത്യുത്കൃഷ്ടമായ മന്ത്രമാണ്. ഋഷീശ്വരന്മാർ കൈമാറി തന്ന ഈ കലികാലത്ത് ഭക്തജനങ്ങൾക്ക് ഭജിക്കുവാനായിട്ടുള്ള നാമമാണ്. ഈ നാമം ഏത് സമയത്തും എപ്പോഴും ആർക്കും ജപിക്കാവുന്നതാണ്. എല്ലാവിധത്തിലുള്ള കുടുംബ ഐശ്വര്യങ്ങളും സന്തതികൾക്ക് നല്ലതും അസുഖങ്ങളെല്ലാം മാറുവാനും അത്യുത്തമമാണെന്ന് ഋഷീശ്വരന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ആ നാമം ഉറക്കെ ജപിക്കാം. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.